പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരത്തുള്ള പ്രകൃതി സമ്പന്നമായ വയലടയിൽ ഓഗസ്റ്റ് 8-9 തീയതികളിലായി വയലട ബയോബ്ലിറ്റ്സ് സംഘടിപ്പിക്കുന്നു. ജൈവവൈവിധ്യ പരിപാലനം, പൗരശാസ്ത്രം, പരിസ്ഥിതി വിദ്യാഭ്യാസം, ഡിജിറ്റൽ ജൈവവൈവിധ്യം രേഖപ്പെടുത്തൽ, പരിസ്ഥിതി പുനരുദ്ധാരണം, ഉത്തരവാദിത്വ പ്രകൃതി വിനോദസഞ്ചാരം എന്നിവയെ സമന്വയിപ്പിക്കുന്ന കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു മാതൃകാപരമായ സംരംഭമായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതി, കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ്, മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇത് ഒരു സിറ്റിസ് ആൻഡ് സയൻസ് പ്രോഗ്രാമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ BMC ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി കേരളത്തിൽ നടത്തുന്നത്. ഇതെന്ന് വെച്ചാല് ആ വയലട പ്രദേശത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള വയലട ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ്. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് പാച്ചും അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം കൂട്ടായിട്ട് സർവേ ചെയ്ത് കണ്ടുപിടിക്കുകയും അതിനെ പല പട്ടികകളും ചെക്ക് ലിസ്റ്റുകളാക്കി മാറ്റുകയും അതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 130ഓളം വിദ്യാർത്ഥികൾ, ഗവേഷകർ, അധ്യാപകർ, പ്രകൃതിശാസ്ത്രജ്ഞർ, വന്യജീവി ഫോട്ടോഗ്രാഫർമാർ, പരിസ്ഥിതി പ്രവർത്തകർ, പക്ഷി നിരീക്ഷകർ, ശലഭ ഗവേഷകർ, സന്നദ്ധ പ്രവർത്തകർ, പ്രകൃതി സ്നേഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ബംഗളൂരുവിൽ കേരള RTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പോയ ബസ്സാണ് മൈസൂര് ബംഗളൂരു എക്സ്പ്രസ് ഹൈവേയിൽ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് ബസ് മറയുകയായിരുന്നു. കോഴിക്കോട് സ്വദേശികളായ അരുൺ, വിജിലേഷ് എന്നിവരാണ് മരിച്ചത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ഡോക്ടർ ശശി തരൂർ MP. CJP ഉന്നയിച്ച അതേ വിഷയം തന്നെയാണ് കോൺഗ്രസും ഏറ്റെടുത്തതെന്നും എന്നാൽ രാഹുലിന് ചലനമുണ്ടാക്കാനായില്ലെന്നും കോൺഗ്രസ് പുനർചിന്തനം നടത്തണമെന്നും ശശി തരൂർ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട CBI കുറ്റപത്രത്തിന് പിന്നാലെ NDA പിരിച്ചുവിടണമെന്നാവശ്യമുയർത്തി കോക്രോച്ച് ജനതാ പാർട്ടി. സ്ഥിരം സംവിധാനമുള്ള ദേശീയ സാങ്കേതിക പരീക്ഷാ കമ്മീഷൻ രൂപീകരിക്കണമെന്നും CJP നേതാവ് അശുതോഷ് റാങ്ക പറഞ്ഞു. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി, കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.